ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഒരു പെൻസിൽ ഓർഗനൈസറാണ്. നമുക്ക് പെൻസിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ ഒരു പൗച്ച് പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു A4 ഷീറ്റ്. ഇതേപോലത്തെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അത് കോൺ പോലെ ഈ രണ്ട് ഭാഗവും മടക്കി കൊടുക്കണം. ഇതേപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. രണ്ട് ഭാഗവും ഇതേപോലെ മടക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഗമ്മ് തേച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും പശയാക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരാൻ പാടില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പേപ്പർ വേണം. എന്നിട്ട് ഇതിൻ്റെ പകുതി മാത്രം ഇതേപോലെയാണ് നമ്മൾ കീറിയെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മൾ ഒരു റാ പോലെ അതൊന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലത്തെ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പർ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേപ്പറിലേക്ക് ഈ ഒരു സംഭവം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, ഈ പശ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അറ്റത്ത് മാത്രമേ തേക്കാൻ പാടുള്ളൂ, ഉള്ളിൽ തേക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെൻസിൽ ഇട്ട് വെക്കുമ്പോൾ അത് കീറിപ്പോവും. അതിനാണ് നമ്മൾ ഇതാക്കി കൊടുക്കുന്നത്. എൻ്റെ അത് കുറച്ചാഴ്ചയിരുന്നാലും കുഴപ്പമില്ല, നമുക്കത് പെട്ടെന്ന് തുടച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയാണ് കിട്ടുക. അപ്പം ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചിത്രം വരയ്ക്കാം, സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്ത് അത് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമുക്കും ഒന്ന് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ക്യൂട്ടായ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒപ്പിക്കാം. അങ്ങനെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾക്ക് വരയ്ക്കാം. ഇത് പിന്നെ ക്രോസ് ചെയ്യുന്ന ഭാഗമായിട്ട് അവിടെ ഒന്ന് വരച്ചെടുത്ത് ഇവിടെ ഇതേപോലത്തെ ഒന്ന് ഒട്ടിച്ചും കൊടുത്ത്. ഇനി നമുക്ക് ഈ അറ്റത്ത് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻസ് കൊടുക്കാം. പുറത്തും അറ്റത്തൊക്കെ നമുക്ക് ഡിസൈൻസ് കൊടുക്കാം. അപ്പം ഗൈസ്, ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ആർഭാടങ്ങൾ കൂടിക്കോട്ടെ. ഞാൻ ഉള്ളിൽ ഫുള്ളും ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി പുറകിൽ ഈ ഒരു വശത്തും കൊടുക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ പൗച്ച് കാണണ്ടേ? ഇതാണ് കേട്ടോ പൗച്ച്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ കഴിയും. അപ്പം ഇതിൽ പെൻസിൽസോ സ്കെച്ചോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. ഞാനിവിടെ സ്കെച്ചാണ് ഇട്ട് വെച്ചത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പൂട്ടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.